ഹായ് ഗെയിം, ദിസ് ഈസ് അനിൽ SP. വെൽക്കം ടു ആർട്സ് യൂട്യൂബർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആർട്ടിസ്റ്റ് എപ്രകാരമാണ് കറക്റ്റായിട്ട് പെൻസിൽ ഹോൾഡ് ചെയ്യുന്നത് എന്നതാണ്. അത് പ്രധാനപ്പെട്ട 2 ഗ്രിപ്പുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാണ് ട്രൈപോഡ് ഗ്രിപ്പും മറ്റൊന്നാണ് ഓവർ ഹാൻഡ് ഗ്രിപ്പും. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ്. ലോങ് ടിപ്പ് ഓവർ ഹാൻഡ് ഗ്രിപ്പിന് ഉപയോഗിക്കുന്നത്, ഷോർട്ട് ടിപ്പ് അത് ട്രൈപോഡ് ഗ്രിപ്പിനും. അപ്പോൾ ട്രൈപോഡ് ഗ്രിപ്പ് ഉപയോഗിക്കുന്നത് ഡീറ്റെയിൽ ഏരിയയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഷെയ്ഡിങ്ങിനും ഡീറ്റെയിൽ വർക്കുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓവർ ഹാൻഡ് ഗ്രിപ്പ്. ഇതുപോലുള്ള ഡീറ്റെയിൽ വർക്കുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ചിലപ്പോൾ എക്സ്ട്രാ ഡാർക്ക്നെസ് കൊടുക്കാനും എക്സ്ട്രാ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക്സ് ചെയ്യുന്നതിനും ആണ് ട്രൈപോഡ് ഗ്രിപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രൈപോഡ് ഗ്രിപ്പ് ഹൈ ഡീറ്റെയിൽ വർക്കിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഓവർ ഹാൻഡ് ഗ്രിപ്പിന് വേണ്ടിയുള്ള മൊന എപ്രകാരം ചെത്തണമെന്ന് ഞാൻ കാണിക്കുകയാണ്. ആദ്യമേ നമ്മൾ ഇതുപോലൊരു നൈഫ് എടുത്തതിന് ശേഷം സമയമെടുത്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതിനൊരു ലോങ് ടിപ്പാണ് വെക്കുന്നത്. അതായത് ഓവർ ഹാൻഡ് ഗ്രിപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റഡി ചെയ്യുന്നതിനും പ്രൊപ്പോർഷൻ റെഡിയാക്കുന്നതിനുമാണ്. ആദ്യമേ നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ അതിൻ്റെ പ്രൊപ്പോർഷനാണ് റെഡിയാക്കുന്നത്. ആദ്യമേ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഒരു രൂപഘടന ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രൊപ്പോർഷൻ എന്ന് പറയും. അപ്പോൾ ഈ വേർഡ് നിങ്ങൾ എഴുതി വെക്കണം, പ്രൊപ്പോർഷൻ. ആദ്യമേ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുവാണ് ആ ഡ്രോയിങ്ങിനെ. അപ്പോൾ ഞാനിത് പോർട്രേറ്റിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷനാണ് കാണിക്കുന്നത്, എപ്രകാരമാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ റെഡിയാക്കുന്നതെന്ന്. ആദ്യമേ ഓവർ ഹാൻഡ് ഗ്രിപ്പ് വെച്ച് നമ്മൾ അതിൻ്റെ സിംപ്ലിഫൈ ചെയ്ത് പ്രൊപ്പോർഷൻ റെഡിയാക്കുകയാണ്. അതിന് ശേഷമാണ് ഡീറ്റെയിലിങ്സ് ട്രൈപോഡ് ഗ്രിപ്പ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ അതിന് പ്രൊപ്പോർഷൻ റെഡിയാക്കുകയാണ് ഓവർ ഹാൻഡ് ഗ്രിപ്പ് വെച്ച്. വളരെ സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സിംപ്ലിഫൈ ചെയ്തതിന് ആദ്യമേ അതിൻ്റെ ഒരു രൂപഘടന ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡീറ്റെയിലിങ്സിലേക്ക് കടക്കുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും, നിങ്ങളൊരു ഡ്രോയിങ് ബോർഡിൽ പേപ്പർ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷം ഭിത്തിയോട് ചേർന്ന് വെച്ച രീതിയിൽ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് ഡെയിലി ബേസ് പ്രാക്ടീസിന് വേണ്ടി. അപ്പോൾ ആ ഒരു ആംഗിളിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ വളരെയധികം എളുപ്പത്തിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും അതുപോലെ പെട്ടെന്ന് പ്രൊപ്പോർഷൻ റെഡിയാക്കി എടുക്കാനും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് ഡെയിലി ബേസ് പ്രാക്ടീസിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ റെഗുലർ നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ നോക്കി അതിൻ്റെ പ്രൊപ്പോർഷൻ റെഡിയാക്കാൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ വീട്ടിലെ ചെടിച്ചട്ടിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രോയിങ് ആകാം, ഇതുപോലെ എന്തെങ്കിലും ഒരു ബേർഡിൻ്റെ ഫോട്ടോസ് ആകാം. റെഗുലർ പ്രാക്ടീസ് നിങ്ങളുടെ ഡ്രോയിങ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ കറക്റ്റ് ആകുകയും അത് മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതിലൂടെയാണെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിലും വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഡ്രോയിങ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിലും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഒരു ആർട്ടിസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ളതും അവൻ്റെ ലോങ് ടേമിലോട്ടുള്ളതാകുമ്പോഴും അവൻ്റെ ഡ്രോയിങ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ കറക്റ്റ് ആണെങ്കിലാണ് അവന് വളരെയധികം ഡ്രോയിങ് ചെയ്യാനുള്ള കഴിവ് ആർജിക്കാൻ കഴിയത്തുള്ളൂ. റിയലിസ്റ്റിക് ഡ്രോയിങ് ആണെങ്കിലും റിയലിസ്റ്റിക് പെയിൻറ്റിങ് ആണെങ്കിലും നിങ്ങളുടെ ഡ്രോയിങ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ കറക്റ്റ് ആണെങ്കിലേ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആകാൻ കഴിയത്തുള്ളൂ. ഇതുപോലുള്ള
ഇൻഫോർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലവ് ആർട്സ്.